ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഡ്രസ്സാക്കി മാറ്റാൻ പോവാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് എൻ്റെ ഒരു ടോപ്പായിരുന്നു കേട്ടോ. ഒരു 3-4 വർഷം മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. എന്നിട്ട് എനിക്ക് കുറച്ച് ടൈറ്റ് ആയപ്പോൾ മോക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ഇട്ടപ്പോഴും കുഴപ്പമില്ല. പിന്നെ ഞാൻ വിചാരിച്ച് അവൾക്ക് വേറെ എന്തെങ്കിലും ഒരു മോഡലിൽ ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ച്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു പാൻറ്റും ഉടുപ്പും പോലെ ചെയ്യുമോയെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ഐഡിയ ആയിരിക്കും. ഇതാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും അളവിലുള്ളൊരു ടോപ്പ് എടുത്തിട്ട് ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ മോളുടെ അളവിൽ ഷേപ്പ് ചെയ്തിട്ടാണല്ലോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് സൈഡിലത്തെ സ്റ്റിച്ച് രണ്ടും കൂടെ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കണം. നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ആ താഴോട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് മുകളിലോട്ടുള്ള ആ സ്റ്റിച്ചെല്ലാം കറക്റ്റ് ലെവലിൽ വരണം. കയറി ഇറങ്ങിയൊന്നും ഇരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ആയിപ്പോയാൽ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ കോലം തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ ഈ ടോപ്പ് ജെം സ്യൂട്ടാക്കി മാറ്റാൻ പോവാണേ. അപ്പോൾ എൻ്റെ ടോപ്പ് എനിക്ക് തന്നെ ജെം സ്യൂട്ടാക്കി മാറ്റാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അത് കയറി താഴെ കൂടി ഇങ്ങനെ പാൻറ്റ് പോലെ വലിച്ചു കയറ്റി ഇടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് പാടായിരിക്കും. ഇപ്പോൾ എൻ്റെ മോൾക്ക് 12 വയസ്സാവുള്ള 12 വയസ്സ് വരെയുള്ള പിള്ളേർക്കൊക്കെ അവളുടെ ആ ഒരു ശരീരപ്രകൃതം കണ്ടില്ലേ, അത്രയും സൈസുള്ള പിള്ളേർക്കൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ തൻ്റെ പാൻറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ഷേപ്പ് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, വയറിൻ്റെ ആ ഒരു പോർഷൻ വരെ താഴോട്ട് ഇങ്ങനെ വിട്ടിട്ട് വേണം പാൻറ്റ് വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ? പിന്നെ പാൻറ്റിൻ്റെ ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ അത്രയും നീളം ഞാൻ എടുത്തിട്ടില്ല. ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് പാൻറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം ഇലാസ്റ്റിക് ഒന്നും നമ്മളിനകത്ത് സെപ്പറേറ്റ് വെക്കുന്നില്ലല്ലോ. ടോപ്പും പാൻറ്റും കൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് പോവല്ലേ. അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ മടക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് താണ്ടെ പാൻറ്റിൻ്റെ അളവിൽ 1 ഇഞ്ച് ഇങ്ങനെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ സൈഡ് വരെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി നമുക്കത് മുകളിലോട്ട് ഇങ്ങനെ ആ ഒരു ചരിച്ച് ആ ഒരു അളവ് കണ്ടല്ലോ, കറക്റ്റ് ആ പാൻറ്റിൻ്റെ ആ ഒരു ഇരിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ വെട്ടിപ്പോവാണ്. കുറച്ച് തയ്യൽ തുമ്പ് വിടുന്നതേ ഉള്ളൂ. എന്നിട്ട് താണ്ടെ ഇവിടെ എത്തുമ്പം നമുക്കിനി പുറത്തോട്ടിഞ്ഞ് വെട്ടിയിറക്കണം. കണ്ടോ? ഇതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണക്ക് വെട്ടി അങ്ങ് ആ തുണി അങ്ങ് മാറ്റണം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മുടെ ഒരു ടോപ്പ് പിള്ളേർക്കൊക്കെ ഇങ്ങനെ ജെം സ്യൂട്ടാക്കി മാറ്റാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഐഡിയ ആണിത്. നിങ്ങൾ ഷേപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഷേപ്പ് ചെയ്യണം. ഞാനിവിടെ മോക്ക് ഷേപ്പ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ പിന്നെ ഷേപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കാത്തത്. പിന്നെ നമ്മൾ ഒരു വശം മാത്രമേ ഇങ്ങനെ വെട്ടിയിട്ടുള്ളായിരുന്നു. 2 വശവും കൂടെ ഒരുമിച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ അളവിന് എന്തെങ്കിലും വ്യത്യാസം വരുന്ന വെച്ചിട്ട് ഒരു വശം മാത്രമാണ് വെട്ടിയത്. അപ്പോൾ ആ വെട്ടിയ വശം അടുത്ത വശത്തോട്ട് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ, സിമ്പിളല്ലേ കാര്യം. ഈ ഒരു നമ്മുടെ ആ ഒരു അളവിൽ തന്നെ ബാക്കി അടിയിൽ കിടക്കുന്ന തുണിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെക്കണം. കാരണം ഡ്രസ്സാണ്, എവിടെയെങ്കിലുമൊക്കെ ചുളുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ടോപ്പ് തന്നെ, നമ്മുടെ ടോപ്പ് അതുപോലെ തന്നെ ഷേപ്പ് അടിച്ചങ്ങ് കൊടുക്കുമ്പം അവർക്ക് അത്ര ഭംഗി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മോക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ പാൻറ്റ് ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു മോഡലിൽ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞ പാൻറ്റും ടോപ്പായിട്ടൊന്നും വെട്ടിയാൽ ആ ഒരു ലെങ്ത് കറക്റ്റ് ആവത്തില്ല, പാൻറ്റിന് നീളം കിട്ടത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അപ്പം നമ്മൾ ഇനി നേരെ ഇങ്ങനെ ടോപ്പ് എടുത്ത് ഇട്ട് കൊടുത്തപ്പം ഇതുപോലാണ് കട്ടിങ് വരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ച 2 സൈഡിലും നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ ആ മുകളിലോട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ അവിടെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. ആ സ്റ്റിച്ച് വരെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് അവിടം വരെ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ അതിൻ്റെ താഴോട്ട് അതുപോലെ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ താഴോട്ടും നമ്മൾ കട്ട് ചെയ്തിരിപ്പുണ്ട്. അതും ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ള് ആ 2 വശവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തങ്ങ് പോകണം. നമ്മൾ പാൻറ്റൊക്കെ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്ക് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ജെം സ്യൂട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയി കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുത്തതാണ്. ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല ഇങ്ങനെ ഒന്ന് സൈഡ് അടിച്ച് എടുക്കുന്നതിനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ഒരു ജെം സ്യൂട്ട് റെഡിയായി. പിന്നെ ഇത് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ സിബ് വയ്ക്കണം. ഞാനിവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ചെറിയൊരു ഹൂക്ക് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് സിബ് വേണമെങ്കിൽ സിബ് വയ്ക്കാം, അല്ലെങ്കിൽ സൈഡിൽ സിബ് വയ്ക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. എന്തായാലും നമ്മുടെ അടിപൊളി ജെം സ്യൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇങ്ങനെ പഴയ ടോപ്പുകളൊക്കെ കാണുമല്ലോ, ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ കുറച്ച് വർക്കുള്ള ടോപ്പൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതുപോലെ എടുത്തിട്ട് ഒരു വൃത്തികേടും ഇല്ല കേട്ടോ. കട്ടിങ് ഒന്നും അറിയാനില്ല. നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് ജെം സ്യൂട്ടാക്കി മാറ്റിയതാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ അവർക്കത് മനസ്സിലാവത്തുള്ളൂ.
നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയാണ്. അപ്പം വെറുതെ ഇങ്ങനെ ഷേപ്പ് അടിച്ച് കൊടുക്കാതെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വേറെ ഡ്രസ്സാക്കി മാറ്റുന്ന കുറേ വീഡിയോസൊക്കെ ഇടാനുള്ള ഐഡിയ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക കേട്ടോ. നമുക്ക് ഇനി അടിപൊളി വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.